ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളിത് ഈ കാണുന്ന ചേമ്പിനെ പറിച്ചെടുക്കുന്നതാണ്. ഒരു ചേമ്പ് പറിച്ചെടുക്കുന്നതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇത് മധുരമുള്ള ചേമ്പാണ്. കറി വെക്കുന്നതല്ല, വേവിച്ച് കഴിക്കുന്നതാണ്. എൻ്റെ നാട്ടിൽ, അതായത് മലപ്പുറത്ത്, ഇതിന് ചക്കര ചേമ്പെന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഇത് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. നിങ്ങളിത് കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പറിച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ട് ആദ്യം ഞാൻ ആ ചെടികളെല്ലാം വെട്ടിക്കളഞ്ഞു. നമ്മളിത് പറിക്കാനായിട്ട് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് തന്നെ ചില ചെടികളെല്ലാം ഉണങ്ങിപ്പോയിരുന്നു. എന്തായാലും കമോൺ ഗൈസ്, നമുക്കൊന്ന് പറിച്ചു നോക്കാം. ഒരു 3 ചെടി മാത്രമാണ് ഞാൻ കൊണ്ട് നട്ടത്. പക്ഷേ ഇതിങ്ങനെ പൊട്ടി മുളച്ച് അടുത്തൊരുപാട് എണ്ണം ഉണ്ടാവും. സൈഡിൽ നിന്ന് മണ്ണ് മാറ്റി മാറ്റി വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ ആ കിഴങ്ങിൽ തട്ടി അത് പൊട്ടിപ്പോവും. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ പറിച്ചിരിക്കുകയാണ് ഗൈസ്. നോക്കൂ, ഇതാണ് സാധനം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ പറിക്കാം. ഇപ്പം ഞാൻ എല്ലാ ചെടിയും പറിച്ചെടുത്ത് കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമുക്ക് കിട്ടിയ കിഴങ്ങ്. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഇതാണ് ചക്കരച്ചേമ്പ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നത് അറിയില്ല. അങ്ങനെ പറയത്തക്ക വലിയ രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ അത്രയും തന്നെ ഇതിന് മധുരം ഉണ്ടാവില്ല. ചെറിയൊരു മധുരം മാത്രമേ കാണുള്ളൂ. എങ്കിലും ടേസ്റ്റ് കുറവായ ഇത്തരം സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഹെൽത്ത്, അത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കാണിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വേരങ്ങ് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ മണ്ണും കളഞ്ഞ് എടുക്കണം. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി നമുക്ക് വേവിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചക്കരച്ചേമ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.